ഇറാനോട് അമേരിക്ക ഒരു ആവശ്യം ഉന്നയിച്ചു, ഒരു ആണവ കരാറിൽ ഒപ്പിടാൻ. പക്ഷേ ഇറാൻ അതിന് സമ്മതം മൂളുന്നില്ല. കുറച്ച് നാളായി അമേരിക്ക ഈ ആവശ്യം ഉന്നയിക്കുകയാണ്. പക്ഷേ ട്രംപിനിട്ട് കിടലൊരു പണിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ച കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഒരു ആണവ രാജ്യമായിട്ട് ഇറാനെ അംഗീകരിക്കാൻ ലോക രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. അങ്ങനെ അമേരിക്കയുടെ ആവശ്യപ്രകാരം ഇറാൻ അതിലേക്ക് ഒപ്പിടാൻ പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇപ്പോഴാണ് ഇറാൻ്റെ പരമോന്നത നേതാവുണ്ട് ആയത്തുള്ള അലി ഖമനൈ. അപ്പോൾ ആയത്തുള്ള അലി ഖമനൈ പറയുകയാണ്, ഞങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ഇടപെടാൻ വരണ്ട, ഞങ്ങൾ ഈ കരാറിൽ ഒപ്പിടില്ല. 100% ഞങ്ങളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ അഹങ്കാരികളായ ഭരണാധികാരികളുള്ള രാജ്യമായ അമേരിക്ക എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ വരുന്നത്? നിങ്ങൾ പോയി പണി നോക്കുക, നിങ്ങൾ അഹങ്കാരികളാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ ട്രംപിനെ അമേരിക്കയൊക്കെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവർ പറയുന്നു, ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന ആണവ മേഖലയിലുള്ള ഒരു മുന്നേറ്റത്തിന് ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് തുടരണമെങ്കിൽ ഈ ആണവ പരീക്ഷണവുമായിട്ട് അല്ലെങ്കിൽ ഈ സമ്പുഷ്ടീകരണവുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അവിടുത്തെ ഊർജ്ജോൽപാദനത്തിന് യുറേനിയം സമ്പുഷ്ടീകരിക്കുകയാണെങ്കിൽ 10% സമ്പുഷ്ടീകരണം മതി. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 50% വർദ്ധിച്ച് അത് 60%ത്തിലേക്ക് എത്തി. അപ്പോൾ 60% സമ്പുഷ്ടീകരണം നടത്തി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതുപയോഗിച്ച് 9 ആണവായുധങ്ങൾ വരെ നിർമ്മിക്കാം. ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇവർക്ക് മേൽ പ്രഷർ കൊടുത്തത്. അങ്ങനെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഉണ്ട്. അബ്ബാസ് അരഗാച്ചി ഒമാനിലേക്ക് വരുന്നു. ഒമാനിൽ വെച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് ഒരു ചർച്ച നടത്തുന്നു. ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ചയൊക്കെ നടത്തിയതിന് ശേഷം വിറ്റ്കോഫ് പറയുന്നു, നമ്മളുടെ നിർദ്ദേശം ഇതാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കരാറിൽ ഒപ്പിടണം. ഉടനെ ഖമനൈ പറയാണ്, ഞങ്ങളുടെ രാജ്യത്ത് 100 കണക്കിന് 1000 കണക്കിന് ആണവ ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഗവേഷകരുണ്ട്. അവരൊക്കെ രാപ്പകൽ കഷ്ടപ്പെട്ടാണ് ഈ സമ്പുഷ്ടീകരണം പൂർത്തിയാക്കിയത്. അപ്പം യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആരോഗ്യ മേഖലയുടെ, ഞങ്ങളുടെ ഊർജ്ജ മേഖലയുടെയൊക്കെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. അമേരിക്ക വന്നേച്ച് ഇത് കളയണമെന്ന് പറഞ്ഞാൽ ഉടനെ കളയാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധപ്രഖ്യാപനം പോലെയാണ്. അപ്പോൾ ട്രംപിന് ഇതിനങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നലെ വരെ ട്രംപ് കരുതുന്നത് ഞങ്ങൾ പറയുന്നതൊക്കെ ഇറാൻ കേൾക്കുമെന്നാണ്. മാത്രമല്ല ട്രംപിൻ്റെ നിലപാട് ഇതാണെന്ന് ഈ വിറ്റ്കോഫ് പറയുകയും ചെയ്തു. ഈ ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രാദേശികമായ ആണവ യുദ്ധത്തിന് വരെ അല്ലെ ആണവ മത്സരത്തിന് വരെ ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോവുക, അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇവർ പറഞ്ഞു, ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം കൃത്യമായിട്ട് ബോധ്യമുണ്ട്, ഞങ്ങളുടെ രാജ്യത്തെ വികസനത്തിന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെയാണ് ഈ ആയത്തുള്ള അലി ഖമനൈ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നഥാൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഈ ആണവ ആയുധങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഈ പറയുന്ന പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഗവേഷണവും പരീക്ഷണവും ഒക്കെ നടത്തുന്ന ഇവിടേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ആക്രമണം ഇതൊക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ വൈറസിനെ കടത്തിവിടുകയോ അല്ലെങ്കിൽ വൈദ്യുതിയിൽ തകരാറുണ്ടാക്കുകയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നഥാൻസ് എന്ന് പറയുന്ന മേഖലയ്ക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകി അതിനെ സംരക്ഷിക്കുക എന്ന നിലയിലേക്ക് ഇറാൻ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇറാനെ ഭീഷണിപ്പെടുത്തിയിട്ടും കാര്യമില്ല എന്ന് വന്നപ്പോൾ അമേരിക്ക പറയുന്നുണ്ട്, ഇതിനകത്ത് ഇസ്രയേൽ കയറി ഇടപെട്ടാൽ എന്ത് സംഭവിക്കുമെന്നറിയില്ല. കാരണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല. അപ്പോൾ ഈ നെതന്യാഹു കയറിയിട്ട് ഇറാനെ ഒരു അടി കൊടുത്താലും ലോകം വിചാരിക്കുന്ന അമേരിക്ക കയറി അടിച്ചു എന്നുള്ള രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടും. അപ്പം 2015 ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് അമേരിക്കയുടെ പ്രസിഡൻ്റായ സമയത്ത് അന്ന് ഈ ഇറാൻ്റെ ആണവ പരീക്ഷണം നിർത്തിവെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു ചർച്ചയൊക്കെ നടത്തി അങ്ങനെ ആണവ പരീക്ഷണമൊക്കെ നിർത്തിവെച്ചതാണ്. പിന്നീട് ട്രംപ് മാറി ജോ ബൈഡൻ സർക്കാർ അമേരിക്കയിൽ ഭരണത്തിൽ വരുന്നു. അതോടുകൂടി ഈ പറയുന്ന നിലപാടിൽ ഒരു ചെറിയ വെള്ളം ചേർക്കലൊക്കെ നടത്തി ഇവർ വീണ്ടും ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ തുടങ്ങി. അങ്ങനെ സമ്പുഷ്ടീകരിക്കുന്ന യുറേനിയം ഏതാണ്ട് 50% വർദ്ധിച്ചപ്പോൾ 408.6 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇവരുടെ കയ്യിലുണ്ട്. ഈ 60%-ൽ നിന്ന് 90%-ലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പറ്റും. ഈ ആണവായുധങ്ങളുടെ നിർമ്മാണം എന്ന് പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ശരിയാണെന്നും ഞങ്ങളുടെ രാജ്യത്തിന് അതിന് ചില കാഴ്ചപ്പാടുണ്ടെന്നുമാണ് ഈ ഖമനൈ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിനെതിരെ ഒരുപക്ഷെ ട്രംപോ അല്ലെങ്കിൽ നെതന്യാഹോ മുന്നോട്ട് വരുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2015 ഉടമ്പടി പ്രകാരം ഇത് നിർത്തിവെച്ചതിന് ശേഷം ഇവർ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പതുക്കെ അവിടേക്ക് ഈ സ്പൈവെയർ എന്ന് പറഞ്ഞിട്ട് ഈ വൈദ്യുതി നിലപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തി. അപ്പോൾ ഇതിൻ്റെ പരീക്ഷണവും ഗവേഷണവും ഒക്കെ നിലച്ചു. അതുപോലെ തന്നെ സൈബർ അറ്റാക്ക് നടത്താനുള്ള ശ്രമം നടത്തി. അതിനെയൊക്കെ
നിലയ്ക്ക് ഇവർ പക്ഷേ പ്രതിരോധിച്ചിരുന്നു. 2018 ആയപ്പോഴേക്കും 2010 ആയപ്പോഴേക്കും ഇവർ അവിടുത്തെ കമ്പ്യൂട്ടറുകളെ മുഴുവൻ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാതെ ഒരു പ്രത്യേക നെറ്റ്വർക്കുമായിട്ട് ലിങ്ക് ചെയ്ത് മുന്നോട്ട് പോയി. കാരണം ഏതെങ്കിലും തരത്തിൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്താൽ ഇതിലെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഒരു കട്ടേ ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തി. അങ്ങനെയാണ് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് ഇവർ മുന്നോട്ട് പോയത്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സൈബർ വേൾഡുമായിട്ട് ഇവർക്ക് പിന്നീട് കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു. ഈ സമയത്ത് ഇസ്രയേലിൽ നിന്ന് മൊസാദിൻ്റെ ഒരു ചാരൻ ഇവിടേക്ക് എത്തുന്നു. എന്നിട്ട് ഇവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ നദാൻസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്തുന്നു. അവിടെ ഇവർ ഗവേഷണം നടത്തുന്നത് ഇയാൾ നുഴഞ്ഞു കയറുകയും ചെയ്തു. പക്ഷേ നുഴഞ്ഞു കയറിയപ്പോൾ ഇയാൾ എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ഇസ്രയേൽ ഒരു വൈറസ് കണ്ടുപിടിച്ചിരുന്നത്. ഈ വൈറസ് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റക്സ്നെറ്റ് എന്നാണ് പേര്. ഈ സ്റ്റക്സ്നെറ്റുമായിട്ട് ഇയാൾ ഇവിടെ കയറിയെങ്കിലും ഈ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ശൃംഖലയിലേക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇയാൾ പിന്നീട് ഈ വൈറസിനെ ഈ നെറ്റ്വർക്കിലേക്ക് ഉൾപ്പെടുത്തി. പക്ഷേ ഇത് പ്രവർത്തിച്ചു തുടങ്ങിയില്ല. അവ കുറച്ച് കാലം വെയിറ്റ് ചെയ്ത് ഈ വൈറസ് അവിടെ ഉണ്ടെങ്കിലും പ്രവർത്തനം ആരംഭിച്ചില്ല. ഏറെ കാലത്തിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ ഈ വൈറസ് ആക്ട് ചെയ്യാൻ തുടങ്ങി. ആക്ട് ചെയ്യുമ്പോൾ നിലവിൽ ഈ പറയുന്ന ഇറാനിലെ കമ്പ്യൂട്ടർ സിസ്റ്റം, അതുപോലെ തന്നെ നദാൻസിലെ ഈ ആണവ പരീക്ഷണം നടത്തുന്ന മേഖലയിലൊക്കെ സിസ്റ്റം വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതാണ് ഇറാന് ലഭിക്കുന്ന സന്ദേശം. യഥാർത്ഥത്തിൽ ഈ വൈറസ് ഉൽപ്പാദിച്ച ഇസ്രയേലിൽ ഇതിൻ്റെ കൺട്രോൾ മുഴുവൻ ഏറ്റെടുത്തു. പക്ഷേ അവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ 2021 ഈ വൈറസിനെ ഉപയോഗിച്ചൊരു ആക്രമണം ഇസ്രയേൽ നടത്തിയിട്ടുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ കുറച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. കാരണം അമേരിക്കയുടെ ഭീഷണിയുണ്ട്. അതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളൊക്കെ വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം, അതിസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭൂഗർഭ അറയിൽ പുതിയ ക്യാബിനും പുതിയ ഗവേഷണ മുറികളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള നീക്കം, അങ്ങനെ ഈ മലയിടുക്കിൻ്റെ അടിവാരത്ത് പുതിയ റൂമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള പരീക്ഷണവുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നു. അപ്പോഴും അമേരിക്ക പറയുന്നുണ്ട് നിരായുധീകരണം നടത്തണം, നിരായുധീകരണം നടത്തിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. അപ്പോൾ അയത്തുള്ള അലി ഖമനി അവിടുത്തെ ഒരു ടെലിവിഷൻ ചാനലിലൂടെ തന്നെ ലോകത്തെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, നമ്മൾ ഒരു കാരണവശാലും അമേരിക്കയെ അംഗീകരിക്കേണ്ട, അവർ പറയുന്നത് കേൾക്കേണ്ട, നമ്മൾക്ക് സ്വന്തമായിട്ട് നിൽക്കാം. അപ്പോൾ ഇന്നലെ വരെ ഇവർ പേടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർക്ക് പേടിയില്ല. ഇവർ പറയുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് യുറാനിയം സമ്പുഷ്ടീകരണമാണ്. അത് നമ്മൾ എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നു, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നു, ഇതൊന്നും ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും നമുക്കില്ല. അപ്പോൾ ഇവിടെ കുറേ പേര് ഗവേഷണമൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരല്ല, അവരുടെ ജോലി നഷ്ടപ്പെടും. അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ വികസനത്തെ അല്ലെങ്കിൽ സാങ്കേതിക മേഖലയിലുള്ള മുന്നേറ്റത്തെ ഇതിനെയൊക്കെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. മാത്രമല്ല സിവിലിയൻ ആവശ്യങ്ങളുണ്ട്, ആഭ്യന്തരമായ ആവശ്യങ്ങളുണ്ട്, ഇതിനെല്ലാം തന്നെ ഇത് ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഭീഷണിയാണ്. അപ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു പുതിയ ആണവ രാജ്യം ഉയർന്നു വരിക എന്നുള്ളത് മറ്റ് ആണവ ശക്തികൾക്ക് ഇഷ്ടമല്ല. നിലവിൽ ഔദ്യോഗികമായിട്ട് ഇറാൻ ഒരു ആണവ രാജ്യമൊന്നുമല്ല. ഇവർക്ക് ആണവായുധം കൊണ്ട് ഔദ്യോഗികമായിട്ട് ആരും സമ്മതിച്ചിട്ടുമില്ല. പക്ഷേ ഇവർ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ കയറി ആക്രമിക്കുമെന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. അങ്ങനെ ആക്രമിച്ചാൽ ഡൊണാൾഡ് ട്രംപിന് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ട്രംപിനെ ഈ അയത്തുള്ള അലി ഖമനി എന്ന് പറയുന്ന നേതാവ് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവും സംഘവും വേണമെങ്കിൽ ഇവിടെ ആണവായുധം വരെ പ്രയോഗിക്കാം. കാരണം ഗസയിൽ നേരത്തെ ആണവായുധം പ്രയോഗിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പലതവണ പറഞ്ഞു. പക്ഷേ അത് പ്രയോഗിച്ചൊന്നുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവർക്ക് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. അത് 90% എത്തിയാൽ അവർക്ക് നിമിഷ നേരം കൊണ്ട് അണുവായുധങ്ങൾ നിർമ്മിക്കാം. അത് ലോകത്തിന് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സേന ഇറാന് നേരെ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നടത്താം. അതുകൊണ്ട് സൗദി ഇതിനകത്ത് ഇടപെടുകയും സൗദി രാജാവ് ഒരു പ്രത്യേക ദൂതനെ ഇറാനിലേക്ക് അയക്കുകയും ചെയ്തു. എന്നിട്ട് ഇറാനിലെ ഈ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനയോട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഒപ്പിടണം. കാരണം ട്രംപിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. ട്രംപിൻ്റെ സ്വഭാവം ഇടഞ്ഞു കഴിഞ്ഞാൽ അയാൾ നേരെ നിങ്ങൾക്ക് ആക്രമിക്കും, രാജ്യത്തിന് വലിയ നാശം ഉണ്ടാകും. ഇവിടെ ഇപ്പം നെതന്യാഹു ഏതാണ്ട് ഇടഞ്ഞു നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ നെതന്യാഹു ആണോ അതോ അമേരിക്കയാണോ, ആര് വേണമെങ്കിലും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇറാനെ ആക്രമിക്കാം. അങ്ങനെ ഒരു ആക്രമണം ഒഴിവാക്കണമെങ്കിൽ ഒന്നുകിൽ ഈ സമ്പുഷ്ടീകരണ പരിപാടി നിർത്തിവെക്കണം, അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് മാറ്റണം. ഇതിനൊന്നും അവർ തയ്യാറല്ല. ഞങ്ങൾക്കാരെയും പേടിയില്ല, അമേരിക്കക്കാർ അഹങ്കാരികളാണ്, അവർ ഭീരുക്കളാണ്, ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന അവരായില്ല എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ ഭാഷയിൽ ലോകത്തിന് മുന്നിൽ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരു യുദ്ധത്തിനുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതാണ്. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പം പഴയ പോലെ ഒന്നും ഫലിക്കുന്നില്ല. കാരണം പണ്ട് ഇത്തരത്തിൽ
ആൾക്കാർ മറ്റ് രാജ്യങ്ങളെയൊക്കെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കും. ഇപ്പോൾ എല്ലാവരും അവരവരുടേതായ രീതിയിൽ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അമേരിക്കയുടെയും ട്രംപിൻ്റെയും തന്ത്രങ്ങളൊന്നും ഇവരുടെ ഒന്നും മുന്നിൽ വില പോവില്ല. അപ്പോൾ എന്തായാലും ഇവർ ഈ ആണവോർജ്ജ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റുകയോ ഒക്കെ ചെയ്തില്ലെങ്കിൽ ഈ നദാൻസ് ഉൾപ്പെടുന്നുള്ള മേഖലയ്ക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാകാം. അത് ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിലേക്ക് മാറിയാൽ പോലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.